ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ട് കുക്കർ നെച്ചോറിന് റെസിപ്പി കണ്ടാലോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ വേഗം നെച്ചോറ് ഉണ്ടാക്കാം നോക്കാം. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക, അതിനുശേഷം കുറച്ച് നെയ്യ്, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കേട്ടോ, വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സവോള എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് അരിഞ്ഞ സവോള ആ ഒരു എണ്ണയിൽ തന്നെ ഏതാണ്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ആ കുക്കർ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പരിപാടി, ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് എണ്ണ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരിയാണ്. ആ ഊറ്റി വെച്ചേക്കുന്ന അരി ഇതിലോട്ട് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അരി നമ്മുടെ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ഒന്നൊന്നായിട്ട് വിട്ട് കിടക്കും. ചോറ് വെന്ത് വരുമ്പം കുഴഞ്ഞു പോകുന്നുള്ളൊരു പരിപാടിയെ വേണ്ട, നല്ല രീതിക്ക് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ആ വറുത്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു കിരീട പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് അളവെടുക്കണം. ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി 4 ഗ്ലാസ് അരിയാണ് നോർമൽ പാത്രത്തിൽ വേവിക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ എടുക്കരുത്. 2 ഗ്ലാസ് അരിക്ക് കറക്റ്റ് വന്നിട്ട് 3.25 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കുക്കറിലാകുമ്പോഴത്തേക്കും. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലാകെ കുഴഞ്ഞു പോകും. മാക്സിമം ഒരു 3.5 കപ്പിനുള്ളിൽ വെള്ളം നിർത്തുക. അപ്പോൾ അതാണ് ഈ ഒരു അരിക്ക് എടുത്തിട്ടുള്ള അളവ്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ്, പച്ചമുളക് അല്ലെങ്കിൽ ചോറിനിടുന്ന മുളക്, പിന്നെ മല്ലിയില, പുതിനയില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തട്ടിക്കൊടുക്കുക. നെക്സ്റ്റ് കുക്കർ അടച്ചു വയ്ക്കുക. അതാണ് മെയിൻ പരിപാടി. കറക്റ്റ് ഒരു വിസിൽ കേട്ടോ, കറക്റ്റ് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുക്കർ ഓഫ് ചെയ്യുക. കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആവിയും പോകണം. അതിനിടയിൽ ചാടിക്കയറി തുറക്കാൻ പോകരുത്, എങ്കിലും വേവ് കറക്റ്റ് ആവത്തില്ല. ഒരു കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു കുഴപ്പമില്ല. പിന്നെ ചില അരിക്ക് വേവ് മാറ്റമായിരിക്കും കേട്ടോ, അത് ഡിപ്പെൻസ് ആണ്. നോർമൽ അരിക്ക് പറഞ്ഞ കണക്കാണ് ഈ ഒരു കണക്ക്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് നെച്ചോർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി ടിപ്സും വീഡിയോസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.